ജൻസി പ്രക്ഷോഭത്തിന് ശേഷം ഇപ്പോൾ സംഘപരിവാർ സംഘടനകളും വിശേഷിച്ച് BJPയും അതിൻ്റെ നേതാക്കളുമൊക്കെ വലിയൊരു മൗനത്തിലാണ്. അവർ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുകയാണ്. ജനങ്ങളുടെ ഇടയിലൊരു സംസാരം ഉണ്ടായിട്ടുണ്ട്. ഇവർ ഭക്തിയുടെ പേരിൽ പ്രചരിപ്പിച്ചതെല്ലാം വെറും കള്ളമായിരുന്നു. അവർക്ക് യാതൊരു ഭക്തിയുമില്ല. അതുകൊണ്ടാണ് ഏകദേശം 1500 കോടിയോളം രൂപ നമ്മുടെ അയോധ്യയിൽ നിന്ന് തന്നെ അടിച്ചു മാറ്റിയത്. അവർക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണോ? വിശ്വാസികളെ ചൂഷണം ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മധ്യപ്രദേശിലും ബദരീനാഥിലും ഒക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഹിന്ദു ഐക്യവേദിയും അതുപോലുള്ള ആളുകളുമെല്ലാം ഇടതുപക്ഷങ്ങൾ ഭരിക്കുന്ന സ്ഥലത്ത് ദേവസ്വം ബോർഡുകളെക്കുറിച്ച് എന്തെല്ലാം കുഴപ്പങ്ങളാണ് പറഞ്ഞു വരുത്തിയത്. അതൊക്കെ ഇങ്ങനെ തിരിഞ്ഞു കൊത്തുമെന്ന് അവർ ഓർത്തതേയില്ല. ഇപ്പോൾ അവരുടെ ചിന്ത എന്താണ്? ജൻസി പ്രക്ഷോഭത്തിന് ശേഷം എങ്ങനെ ജൻസികളിൽ ഒരു വിഘടനമുണ്ടാക്കാം, അതല്ലെങ്കിൽ എങ്ങനെ അവരെ വേർതിരിക്കാം, അതിന് പറ്റിയ തന്ത്രങ്ങളാണ് ഇപ്പോൾ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് വന്നിരിക്കുന്നു. അതെന്താ? അത് സംവരണം അനാവശ്യമാണ്, റിസർവേഷൻ ഹഠാവോ എന്നാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിന് വ്യക്തമാണ്. ഉദ്ദേശം റിസർവേഷൻ മൂലം മുന്നോക്ക ജാതിയിൽപ്പെട്ട പലർക്കും ആവശ്യമായത്ര ജോലികൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ വരുമ്പോൾ അവരുദ്ദേശിക്കുന്നത് ജൻസികളിൽ തന്നെ ചിലരെയെല്ലാം ഇതിൻ്റെ അകത്തുനിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുമെന്നാണ്. അതിനുവേണ്ടിയുള്ള വമ്പൻ പ്രചരണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരൊരു കാര്യം മറന്നുപോയി. ജൻസികൾ എന്നത് ഏതെങ്കിലും ഒരു ജാതിയിലോ മതത്തിലോ പെട്ടവരല്ല. എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആളുകൾ അതിൻ്റെ അകത്തുണ്ട്. മതപരമായ നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളും ഉൾക്കൊള്ളുന്നതാണ് അതിൻ്റെ അകത്ത്. ലിംഗവ്യത്യാസവുമില്ല. പ്രായത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഏകദേശം 15 വയസ്സിന് മുകളിലോട്ട് 25 വയസ്സിനുള്ളിലാണ് അവരുടെ സ്ഥാനം. അപ്പം അവർ ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും അത്ര താല്പര്യം എടുക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടും ഈ നീക്കം എന്തുകൊണ്ടാണ് അവർ നീങ്ങുന്നതെന്ന് ആലോചിക്കണം. മുമ്പെന്നതുപോലെ തന്നെ ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കി എങ്ങനെ നേടാമെന്നാണ് അവരിപ്പോഴും ചിന്തിക്കുന്നത്. പഴയതുപോലെ മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കുഴപ്പം പറഞ്ഞ് ഹിന്ദു ഐക്യം എന്ന് പറയുന്നത് സാധിക്കുകയില്ല എന്ന് സംഘപരിവാര സംഘടനകൾക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹിന്ദു ഏകീകരണം എന്ന മുദ്രാവാക്യമല്ല, പകരം ഹിന്ദുക്കളിൽ ഒരു വിഭാഗത്തെ അടർത്തി മാറ്റി ജൻസി കൂട്ടത്തെ എങ്ങനെ വിഘടിപ്പിക്കാം എന്ന രീതിയിലാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മോദി അമിത്ഷാ ടീം വീണ്ടും ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്.
അതെന്താണ്? ഇന്ത്യയുടെ ഒരു ഭരണഘടനാ ബെഞ്ച് ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെ സെലക്ട് ചെയ്യപ്പെടണം, അതിനെങ്ങനെയുള്ളൊരു കമ്മിറ്റി ഉണ്ടാകണമെന്നത് സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതും ഉടനെ തന്നെ വേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ആകെ ഒരു അങ്കലാപ്പിലാണ് അവരിപ്പോൾ ഉള്ളത്. ജൻസികൾ ഇതനുസരിച്ച് അയോധ്യ കൊള്ളയെക്കുറിച്ച് അവർ പറയുമോ? നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതോ അവർ ഉന്നയിച്ച നീറ്റ് പരീക്ഷയുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞാൽ അവർ പിന്മാറുമോ? ഒക്കെയാണ് നോക്കുന്നത്. BJP-യുടെ നാളുവരെയുള്ള പ്രവർത്തനങ്ങൾ നോക്കുകയാണെങ്കിൽ ആരാണോ അവരെ എതിർക്കുന്നത് അവരിൽ നിന്ന് ആളുകളെ പിടിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ് അവർ നാളിതുവരെ നടത്തിയിട്ടുള്ളത്. അതേ പരിപാടി തന്നെ തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായും ജൻസികൾ ഈ പ്രതിസന്ധിയെയും അതിജീവിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.